നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇടത് സഹയാത്രികയും കുന്നംകുളം വിവേകാനന്ദ കോളേജിലെ അധ്യാപികയുമായ ദീപ നിശാന്തിനെതിരെ വീണ്ടും ആരോപണം. ഗണഗീതത്തിലെ വരികൾ ഉൾപ്പെടുത്തി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം ശക്തമാകുന്നത്. ദീപ നിശാന്ത് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ ഇങ്ങനെയാണ്: പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, ഇലയും ഇതളും പൂവും മൊട്ടും ഇറുത്തെടുത്ത് അർപ്പിച്ചിടാൻ തലകൊമ്പിട്ട് തരും പൂങ്കൊമ്പുകൾ തഴച്ചു വളരുന്നുണ്ടിവിടെ, അമരരാവുക പ്രിയരെ എന്നായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ വരികൾ. ഇത് ഗണഗീതത്തിൽ നിന്നും അടിച്ചുമാറ്റിയതാണ്, കോപ്പി അടിച്ചതാണ് എന്ന ആരോപണമാണ് ഇപ്പോൾ ദീപ നിശാന്തിനെതിരെ ശക്തമാകുന്നത്. UK-യിലെ ടിൽഗേറ്റ് പാർക്ക് സന്ദർശന വേളയിലെ ചിത്രങ്ങൾക്ക് അടിക്കുറിപ്പ് എന്നോണമാണ് ഈ വരികൾ പങ്കുവച്ചത്. ഗണഗീതമാണെന്ന് അറിയാതെയാണോ പങ്കുവച്ചിരിക്കുന്നത് എന്ന ചോദ്യം ശക്തമാകുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ടീച്ചറുടെ പേരിലുള്ള ട്രോളുകളും നിറഞ്ഞു കഴിഞ്ഞു. മോഷണം ഒരു കലയാണ്, ദീപ ജി എന്ന് വിളിക്കേണ്ടി വരുമോ ദൈവമേ എന്നിങ്ങനെയാണ് ട്രോൾ ഗ്രൂപ്പുകളിൽ ടീച്ചർക്ക് നേരെയുള്ള പരിഹാസം. ആവേശം കൂടിയപ്പോൾ ഇത്തവണ കോപ്പിയടിച്ചത് ഗണഗീതം. ശ്രദ്ധിക്കേണ്ട അംബാനെ എന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ വിമർശിക്കുകയുണ്ടായി. ദീപ നിശാന്ത് ജിക്കൊരു നമസ്തേ പറയൂ മിത്രങ്ങളെ എന്ന് സന്ദീപ് ജി വാര്യരും ഫേസ്ബുക്കിൽ കുറിച്ചു. മാർക്സിന്റെ ശവകുടീരത്തിൽ പോയി ഒരു ഇൻക്ലാബ് കൂടി വിളിക്കുന്ന ഫോട്ടോ കൂടി ഇടണമെന്നാണ് സഖാക്കൾ പോസ്റ്റിന് താഴെ കുറിച്ചത്. BJP നേതാവ് സന്ദീപ് ജി വാര്യർ ഗണഗീതത്തിന്റെ മുഴുവൻ വരികളും പങ്കുവച്ചിരുന്നു. ദീപ നിശാന്ത് അതിന് മറുപടി നൽകിയിരുന്നു. ഇങ്ങനെയായിരുന്നു ആ മറുപടി: ഹോ, അറിയാതിരിക്കുമായിരുന്നു, സന്ദീപ് ജി ഇട്ടപ്പോൾ നമ്മൾ ഒന്നിച്ചു പാടിയ പഴയ ശാഖാകാലം ഓർത്തുപോയി എന്നായിരുന്നു. എന്തായാലും ഇതോടെ RSS പ്രവർത്തനം ശരിയായ ദിശയിലാണ്, സംശയമില്ല എന്ന പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് സന്ദീപ് ജി വാര്യർ. ഈ ഒരു പോസ്റ്റിന് മറുപടി എന്നോണമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ മറ്റൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. സന്ദീപ് ജി വാര്യരുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: സംഗീതം, സാഹിത്യം, സിനിമ ഇതൊക്കെ സോഫ്റ്റ് പവേഴ്സ് ആണ്. ഒരു സമൂഹത്തിന്റെ മനസ്സിനെ ആകെ സ്വാധീനിക്കാൻ സംഗീതത്തിനും സാഹിത്യത്തിനും സിനിമയ്ക്കും സാധിക്കും. ദീപ നിശാന്ത് ജി ഇംഗ്ലണ്ടിൽ പോയി ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തപ്പോൾ അടിക്കുറിപ്പായി ഇടാൻ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത് ഏതെങ്കിലും കമ്മി സാഹിത്യമല്ല, RSSന്റെ ഗണഗീതമാണ്. മലയാളി മനസ്സിലേക്ക് RSS സോഫ്റ്റ് പവർ ഉപയോഗിച്ച് എപ്രകാരം കടന്നുകയറ്റം നടത്തിയെന്ന് ബോധ്യപ്പെടുന്ന സംഭവ വികാസമാണിത്. സഹോദരങ്ങളെ, നമ്മുടെ പ്രവർത്തനം ശരിയായ ദിശയിലാണ്, സംശയമില്ല എന്നായിരുന്നു സന്ദീപ് ജി വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതേസമയം നേരത്തെയും സമാനമായ രീതിയിൽ ദീപ നിശാന്ത് കവിത കോപ്പിയടിച്ചത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ദീപ നിശാന്ത് കോപ്പിയടി വിവാദത്തിൽ ഉൾപ്പെടുന്നത് കലേഷിന്റെ കവിതയുടെ പേരിലായിരുന്നു. കലേഷിന്റെ അങ്ങനെയിരിക്കെ മരിച്ചുപോയി ഞാൻ എന്ന കവിത അദ്ദേഹം തന്നെ ബ്ലോഗിൽ എഴുതി പോസ്റ്റ് ചെയ്ത ഇത് പിന്നീട് മാധ്യമ മാസികയിൽ പ്രസിദ്ധീകരിച്ചു. എന്നാൽ ഓൾ കേരള പ്രൈവറ്റ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ മാഗസിനിൽ ഇതേ കവിത അങ്ങനെ ഇരിക്കെ എന്ന പേരിൽ ദീപ നിശാന്തിന്റെ പേരും ചിത്രവും സഹിതം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്നാണ് വിവാദമുണ്ടായത്. തനിക്കെതിരെ ഉയർന്ന കോപ്പിയടി ആരോപണം നിഷേധിച്ചുകൊണ്ടായിരുന്നു ദീപ നിശാന്തിന്റെ ആദ്യത്തെ പ്രതികരണം. കിട്ടിയ സന്ദർഭം മുതലാക്കി മുൻപ് മുതലേ എന്റെ നിലപാടുകളിൽ അമർഷമുള്ളവരും ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ഒരു സർവീസ് മാസികയുടെ താളിൽ ഒരു കവിത മോഷ്ടിച്ചു നൽകി എഴുത്തുകാരിയാകാൻ മോഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് വിശ്വസിക്കുന്നവർ അങ്ങനെ വിശ്വസിക്കുക എന്നും ദീപ നിശാന്ത് സമൂഹ മാധ്യമത്തിൽ അന്ന് മറുപടി എന്നോണം കുറിച്ചിരുന്നു. പക്ഷെ പിന്നീട് നിലപാട് മാറ്റി കലേഷിനോട് ക്ഷമ ചോദിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ വിവാദത്തിന് കാരണം മൂന്നാമതൊരാളാണെന്ന സൂചന നൽകിയിരുന്നു. എന്തായാലും അന്ന് ആ ഒരു കോപ്പിയടി വിവാദം വളരെ വിവാദമായതും വാർത്തകൾ നിറഞ്ഞു നിന്നതുമാണ്. എന്തായാലും ഇപ്പോൾ ഗണഗീതത്തിലെ വരികൾ എടുത്ത് തന്റെ പോസ്റ്റ് പങ്കുവച്ചതിൽ ഇപ്പോൾ വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ ശക്തമാവുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.